ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മെയിൻ ടെക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആ ബ്ലൗസിൻ്റെ കപ്പിന് ഷേപ്പേ മാറിപ്പോവില്ലേ. അപ്പോൾ ഈ മെയിൻ ടെക്ക് പിടിക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ള പ്രശ്നം വരാറുണ്ടല്ലോ. അപ്പോൾ ആ പോയിൻ്റ് കറക്റ്റ് എത്തിക്കാൻ വേണ്ടി നമ്മൾ വലിച്ച് പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ബ്ലൗസിൻ്റെ കപ്പ് കറക്റ്റ് നിൽക്കേണ്ട അവിടെ നിൽക്കാതെ ഒരു വലിഞ്ഞ പോലത്തെ ഒക്കെ തോന്നും. അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കറക്റ്റ് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കഴുത്തും കൈക്കുഴിയൊക്കെ വരച്ച് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റിൻ്റെ അടി വരെ ഉണ്ടല്ലോ, അതായത് ബെൽറ്റ് ജോയിൻ ചെയ്യുന്ന അവിടെ വരെയുള്ള ഇറക്കം എടുത്ത് വെക്കുക. അതേ അളവ് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ കഴുത്ത് വരച്ചിട്ടുണ്ടാവുമല്ലോ അവിടെയും കൈക്കുഴിയുടെ അതായത് തയ്യൽ തുമ്പ് വിട്ടുണ്ടാവുമല്ലോ അവിടെയും ഇതേ അളവ് തന്നെ എടുക്കുക. ഇവിടെ 12.5 കിട്ടിയിരിക്കുന്നത് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് വരുന്നത് അപ്പോൾ ആ അളവ് എടുത്തിട്ട് അതായത് ഈ 3 ഡോട്ടും കൂടിയിട്ട് ഒന്ന് ലൈനാക്കി ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, അതായത് കൊക്കിയും ഹോളും വെക്കുമല്ലോ, അപ്പോൾ ആ ഭാഗത്തുനിന്ന് നമ്മൾ 12.5 അളവ് എടുത്തുമല്ലോ അവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്യുക കേട്ടോ. ഞാനിവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടവിടെയും നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ 3 പോയിന്റും കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഒരേ അളവാണ് കേട്ടോ വിടേണ്ടത്. 1.5 ആണെങ്കിൽ 1.5, 1 ആണെങ്കിൽ 1. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള ഇറക്കം എത്രയാണോ അത് നോക്കി ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴെ നമ്മൾ 12.5 എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ അളവുമായിട്ട് ഈ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അളവിന് ഒന്ന് ലൈന് വരച്ചെടുക്കുക. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടും 1 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തെടുക്കുക. നല്ല ഹെവി ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 വരെ മാർക്ക് ചെയ്യുക കേട്ടോ. അതല്ല അത്ര അത്രയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ചോളം മതി. ഞാനിവിടെ 1 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് അതായത് നമ്മൾ ഓരോ ഇഞ്ച് എടുത്തുമല്ലോ, അപ്പോൾ ആ ലൈനും ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടുത്തെ ലൈനും കറക്റ്റ് ഇതേമാതിരി ത്രികോണ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ 2 സൈഡത്തെ അളവും സെയിം ആയിരിക്കണം കേട്ടോ. അതിങ്ങനെ വരയ്ക്കുമ്പോൾ സെയിം ആയിട്ട് തന്നെ കിട്ടുള്ളൂ. എന്നാലും ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഈ ഡോട്ട് കയറി ഇറങ്ങി വരുന്ന പ്രശ്നം എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഇഞ്ച് എടുത്തുമല്ലോ, അപ്പോൾ അതങ്ങനെ അല്ലാതെ ഇങ്ങനെ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ മാത്രം എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി വരുന്ന ലൈൻ അങ്ങനെ വരാതെ ഇതുപോലെ ഇങ്ങനെ താഴെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ലൈന് വരയ്ക്കുമല്ലോ, അപ്പോൾ അതുപോലെ വരയ്ക്കുന്നതുകൊണ്ടാണ് ഈ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് 3.5 ഇഞ്ചും ഇപ്പുറത്തെ നിന്ന് 3 ഇഞ്ചും അങ്ങനെ നമുക്ക് കയറി ഇറങ്ങിയ അളവ് കിട്ടുന്നത്. ഞാനിത് കട്ട് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഡോട്ട് മടക്കുമ്പോൾ ഇത് താഴെ 1/4 ഇഞ്ച് ഇങ്ങനെ കയറി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു വലിവ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നേരത്തെ മാർക്ക് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 2 സൈഡും അതായത് ഈ ടക്കിൻ്റെ മെയിൻ ടക്കിൻ്റെ 2 സൈഡും ഒരേ അളവ് വരുമ്പോൾ കറക്റ്റ് നമുക്ക് ത്രികോണ ഷേപ്പിൽ തന്നെ കിട്ടും. ഈ മെയിൻ ടക്കിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഷോൾഡറിൻ്റെ കറക്റ്റ് നടുഭാഗത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഷോൾഡറിൻ്റെ നേരെ തന്നെ വരണം കേട്ടോ, എന്നാലേ ബ്ലൗസ് ഇടുമ്പോൾ ആ കപ്പിനൊരു ഷേപ്പ് കിട്ടുള്ളൂ.